ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹായ് ഗൈസ്, ഞാനിന്ന് നിൽക്കുന്നത് പൂജപ്പുര പഞ്ചകർമ്മ ഹോസ്പിറ്റലിലാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. പൂജപ്പുര പഞ്ചകർമ്മ ഹോസ്പിറ്റലിലെ സ്നേക്ക് പാർക്കിലോട്ടാണ് ഞാനും മാളു ചേച്ചിയും ലച്ചൂട്ടിയും കൂടി പോകുന്നത്. ആക്ച്വലി ഇന്ന് ഇവിടേക്ക് വരണം എന്നല്ല നമ്മൾ വിചാരിച്ചിരുന്നത്. കുറച്ച് ദൂരത്തേക്ക് എവിടെയെങ്കിലും പോകണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. ന്യൂ ഇയറിന് കുഞ്ഞിനെയും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോകണം, നല്ല എൻജോയ്മെൻറ്റ് ആയിരിക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ സ്നേക്ക് പാർക്കിൽ പോയാൽ എന്ത് എൻജോയ്മെൻ്റ് എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ തിങ്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു റീസൺ കൊണ്ടാണ് സ്നേക്ക് പാർക്ക് തിരഞ്ഞെടുത്തത്. കാരണം സ്നേക്ക് പാർക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്നും ഒരു 1 കിലോമീറ്റർ പോലും ഇല്ല. നടന്ന് പോകാനുള്ള ദൂരം അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ചൂസ് ചെയ്തു. ബിക്കോസ് ഇന്നലെ നൈറ്റ് ഞാനും മാളു ചേച്ചിയും നമ്മുടെ കസിൻസ് ചേച്ചിമാരും അവരുടെ ഹസ്ബൻഡ്സൊക്കെ ആയിട്ട് കോവളത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോവളത്ത് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോയതാണ്. ആദ്യമായിട്ടാണ് കോവളത്ത് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ആഘോഷിച്ചു. പിന്നെ ലുലു മാളിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. അതിൻ്റെ ഇടയ്ക്ക് സർവമായ സിനിമ കാണാൻ വേണ്ടി രാവിലെ അല്ല, നൈറ്റ് 7 മണിക്ക് ഇറങ്ങിയതാണ്. അത് കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് കോവളത്ത് പോയത്. അതിന് ശേഷമാണ് ഇവിടെ വന്നത് ലുലുവിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ കയറിയത്. അപ്പോൾ ഒരു ടൈമായി വീട്ടിലെത്തിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഉറക്കച്ചടവൊക്കെ കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ടയർഡ്നെസ് കാരണം നമ്മൾ പൂജപ്പുര തിരഞ്ഞെടുത്തു. ഇവിടുത്തെ സ്നേക്ക് പാർക്കിന് സ്നേക്കിനെയൊക്കെ ലച്ചു കണ്ട് വളരെ അന്തം വിട്ട് ഭയങ്കര വണ്ടറായിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു സ്നേക്ക് പാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ അവൾ ഇതെന്താ സാധനം എന്ന് റൂം ഫുള്ളും അവളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചൂണ്ടിക്കാണിച്ചു. കാരണം അവിടെ ഒരു പത്തി വിടർത്തിയിട്ട് ഒരു മൂർഖൻ നിൽപ്പുണ്ടായിരുന്നേ. അതിനെ ഇങ്ങനെ അവൾ ചൂണ്ടിക്കാണിച്ചു, നോക്കിയെന്ന് കാണിച്ചു. ഗ്ലാസ്സിനകത്താ, സോ സേഫാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്നേക്സിനെ കാണാൻ പറ്റി. കൂടാണ്ട് ഓരോ സ്നേക്സിൻ്റെ അടുത്തും അതിൻ്റെ പേരും അതിൻ്റെ ലൈഫ് സ്പാനും അതുപോലെ തന്നെ അതിൻ്റെ രീതികളും പിന്നെ പാമ്പ് കടിച്ചുള്ള പ്രഥമ ശുശ്രൂഷകളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്നേക്ക് പിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതിനകത്ത് ഫുൾ കോബ്രാസാണ്. അതൊക്കെ ലച്ചുവിന് കാണിച്ചു കൊടുത്തു. പിന്നെ അമ്മയ്ക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് സ്നേക്ക് പാർക്കെല്ലാം കാണിച്ചു കൊടുത്തു. ഇത് നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അമ്മ കണ്ടിട്ടൊക്കെ ഉണ്ട്. എന്നാലും കുഞ്ഞായിട്ട് ആദ്യമായിട്ട് പോയതുകൊണ്ട് അമ്മയ്ക്കൊരു ടെൻഷനായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നോർമൽ കോൾ വിളിച്ച് അതിനുശേഷം വീഡിയോ കോൾ വിളിച്ചിട്ട് കുഞ്ഞിൻ്റെ എക്സ്പ്രഷൻസൊക്കെ കാണാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്നേക്ക് പാർക്കിൽ നിന്ന് നമ്മൾ പോവാം കേട്ടോ. ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകാൻ. ലച്ചൂട്ടി ഒറ്റും ടാറ്റ തരുന്നില്ല. ചേച്ചി ടാറ്റ തന്നു, ലച്ചൂട്ടി ടാറ്റ തന്നെയില്ല. ഞാൻ വിടുവോ ലച്ചൂട്ടിയെ കൊണ്ട് ടാറ്റ കൊടുത്തിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. ഞാൻ ലച്ചൂട്ടി ടാറ്റ കൊടുക്കൂ എന്ന് പറഞ്ഞു. അവൾ കൊടുക്കത്തേയില്ല. അങ്ങനെ ഞാൻ വീഡിയോ പോസ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ആൾ ടാറ്റ ആയിരുന്നു. ഓക്കെ ടാറ്റ. ഇനി നമ്മൾ ഒരു ഷാർജ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ പൂജപ്പുര ചെങ്കളൂർ കോവിലിൽ ഇവിടെ ഇപ്പോൾ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ 2:30 നമ്മൾ സ്നേക്ക് പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫുഡ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ നമ്മളൊരു ലൈറ്റ് ഫുഡിന് വേണ്ടിയിട്ട് ഒരു ഷാർജ കുടിച്ചു. അതിനുശേഷം പൂജപ്പുര പാർക്കിൽ കയറി. ലച്ചൂട്ടി ഡക്കിലൊക്കെ കയറിയിട്ട് വളരെ ഹാപ്പി ആയിരുന്നു. അവൾക്ക് ഈ താറാക്കുഞ്ഞിലിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അവൾക്ക് ഈ സ്വിങ്ങും സ്ലൈഡിനെയൊക്കെ കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു താറാക്കൂട്ടങ്ങളെ. അങ്ങനെ ലച്ചൂട്ടിയെ ആ ഒരു താറാകൂട്ടത്തിൽ ഇങ്ങനെ ഞാൻ കറക്കി. ലച്ചൂട്ടി ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് കറങ്ങി വരുന്ന ആ ഒരു കറക്കത്തിൽ കാണാൻ പറ്റും ലച്ചൂട്ടിയുടെ ആ ഒരു എക്സ്പ്രഷൻസ് ഞാനും കാണിക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നത് വളരെ മോശമായിപ്പോയില്ല. ഒരു എന്താ പറയുക, ഒരു കോമഡി ആയിട്ടുണ്ട്. പക്ഷേ ലച്ചൂട്ടി അടിപൊളിയായിട്ട് ഇങ്ങനെ തലയാട്ടുന്നത് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ലച്ചൂട്ടിയെ സ്ലൈഡിലെടുത്ത് ഇങ്ങനെ ചറിയപ്പിച്ച് ആൾ ഭയങ്കര കുടുകുടുകുടാ ചിരിയായിരുന്നു. അതിനിടയിൽ കൂടെ എൻ്റെ സൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് വയ്ക്കാത്തത്. ഞാനും കടന്ന് ചിരിക്കുന്നുണ്ട്. നോക്കിക്കേ ചേച്ചി ചിരിക്കുന്നു, നോക്കിക്കേന്ന് പറഞ്ഞ് ഞാൻ മാളു ചേച്ചിക്ക് അവളുടെ ചിരി കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോസിൽ ഫോട്ടോഗ്രാഫർ എല്ലാം മാളു ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ചേച്ചിക്ക് അവിടെ ചേച്ചിയുടെ വ്ളോഗിന് വേണ്ടിയിട്ട് എടുക്കണം, എൻ്റെ വ്ളോഗിന് വേണ്ടിയിട്ട് എടുക്കണം. സോ കുറച്ച് ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ഓട്ടോയിലായതുകൊണ്ടാണ് നേരെ കിട്ടാത്തത്. നമ്മൾ ജയിലിൽ നിന്ന് കറി വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. ഇനി വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ വ്യൂവേഴ്സ്.